സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ. സാർ, ഇവിടെ ചർച്ചയുടെ ഭാഗമായി ആദ്യം പറയാനുള്ള കാര്യം, ഇപ്പോൾ നേരത്തെ സബ്മിഷൻ സെക്ഷന്റെ ഭാഗമായി പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒട്ടും തന്നെ കാര്യക്ഷമമല്ല എന്ന നിലയിലേക്കുള്ള സബ്മിഷൻ പാലക്കാട് അംഗം ശ്രീ രമേശ് പിഷാരടി അവതരിപ്പിക്കുകയുണ്ടായി. സാർ, വസ്തുതകൾക്ക് വിരുദ്ധമായ ചോദ്യവും മറുപടിയാണ് ആ സബ്മിഷന്റെ ഭാഗമായിട്ടുണ്ടായത്. സാർ, 2011 മുതൽ 16 വരെ UDFന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 57 കോടി രൂപയാണ് അത് അനുവദിച്ചത്. എന്നാൽ സാർ, 2016 മുതൽ 26 വരെയുള്ള കാലയളവിൽ 755 കോടി രൂപയുടെ വികസന പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. സാർ, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ അന്ന് കേന്ദ്ര മെഡിക്കൽ അംഗീകാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതുൾപ്പെടെ വീണ്ടെടുത്തുകൊണ്ട് അതിനെ ശരിയായ രൂപത്തിൽ കൊണ്ടുപോകുന്ന സാഹചര്യം പാലക്കാടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്തരം കാര്യങ്ങൾ വസ്തുതാപരമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല പഠനം നടത്തി ആ നിലയിലേക്ക് ഈ കാര്യങ്ങൾ നടത്തണം. അറിയില്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ MLA മാർ പാലക്കാട് MLA മാരായിരുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിനെ കൊണ്ടു നടന്നത് എന്ന് ചോദിക്കാൻ ആവശ്യമായ ഒരു തീരുമാനം സാർ കൊടുക്കണം. സാർ, ഇവിടെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നേരത്തെ ഇന്നലെയും ഒക്കെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. സാർ, ഇത്രമാത്രം മലക്കം മറിച്ചിൽ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ നടത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. സാർ, ഒളിമ്പിക്സിൽ മലക്കം മറിച്ചിലിന് മെഡലുണ്ടെങ്കിൽ തീർച്ചയായും ഭരണപക്ഷത്തിലെ മന്ത്രിമാർക്ക് കിട്ടുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യമല്ല സാർ ഇവിടെ ഉണ്ടായത്. ഏതെല്ലാം കാര്യങ്ങൾ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഒരു അഭിഭാഷകനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ആദ്യം എടുത്തു, പിന്നീട് അതിൽ നിന്ന് മാറി. വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ അളിയനെ ആദ്യം സ്റ്റാഫിലെടുത്തു, പിന്നീട് അതിൽ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. സാർ, ഇതൊരു ഹണിമൂൺ പീരീഡാണ് ഈ സർക്കാരിന്റെ. എന്നാൽ സാർ, ഈ ഹണിമൂൺ പീരീഡിൽ തന്നെ ജനങ്ങളുമായി ഡിവോഴ്സ് ആകുന്ന സർക്കാരായി സർക്കാർ മാറുന്ന കാര്യത്തിൽ അത് തർക്കവും വേണ്ട. സാർ, അങ്ങയിലൂടെ ഇവിടെ ഫിഷറീസ് മന്ത്രിയോട് അറിയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ട്രോളിംഗ് എല്ലാം കഴിഞ്ഞ ജൂലൈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ആഗസ്റ്റ് മാസത്തോടു കൂടി ട്രോളിംഗ് കഴിഞ്ഞ് പുറംകടലിൽ ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികളോട് നല്ല രൂപത്തിൽ ശ്രദ്ധിക്കാൻ പറയണം സാർ. കാരണം LSCD മന്ത്രി KM ഷാജി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞ ഒഴുക്കിവിട്ട PM3 പേടകം പുറംകടലിൽ ഒഴുകി നടക്കുന്നുണ്ട് സാർ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ മത്സ്യത്തൊഴിലാളികളോട് പുലർത്താൻ വേണ്ടി പറയണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, മറ്റൊരു കാര്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കിഫ്ബിയെ പൊളിച്ചെഴുതാനും കിഫ്ബിയെ തകർക്കാനും ആവശ്യമായ ചില സൂചനകൾ ബഡ്ജറ്റിന്റെ ഭാഗമായി വരുന്നു. സാർ, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായത് കിഫ്ബിയുടെ വരവോടുകൂടിയാണ്. സാർ, അതിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 2003 നടപ്പിലാക്കിയ ധന ഉത്തരവാദിത്ത നിയമത്തിന്റെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കുണ്ടായ വലിയ സാമ്പത്തികമായ കമ്മി പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ഭാവി പശ്ചാത്തല സൗകര്യത്തെ വിപുലപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഒന്നാം ഗവൺമെന്റ് കിഫ്ബി കേരളത്തിൽ നടപ്പിലാക്കിയത്. എന്തെല്ലാം മാറ്റങ്ങൾ! കേരളത്തിൽ വന്ന പാലങ്ങൾ, കേരളത്തിൽ വന്ന റോഡുകൾ, കേരളത്തിൽ 4 വഴി ദേശീയപാതക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉൾപ്പെടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധനസഹായമാണ്. ഇപ്പോ കഴിഞ്ഞ ബഡ്ജറ്റിൽ, 2ാം ഗവൺമെന്റ് ബഡ്ജറ്റിൽ MC റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ നമ്മുടെ പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യവസായ ഇടനാഴിയുടെ ഭൂമി ഏറ്റെടുക്കുന്ന ഇങ്ങനെ തുടങ്ങി വലിയ മാറ്റം പശ്ചാത്തല വികസന മേഖല ഉണ്ടാക്കിയ കിഫ്ബിയെ പൊളിച്ചെഴുതാനുള്ള തീരുമാനത്തിലേക്ക് സാർ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി പോകരുതെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. സാർ, പവർ കട്ട് വന്നു. ഒരു യാഥാർത്ഥ്യമില്ലേ? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പവർ കട്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ ഈ സർക്കാരിന്റെ ഇരുണ്ട കാലത്തേക്കാണ് കടന്നു വരുന്നത്. അതാണ് കാരണം. ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്താൽ ഒരു പന്തിലേക്ക് ചുരുങ്ങുമ്പോൾ കേരളത്തിലെ KSEB ഈ സർക്കാർ വന്ന ശേഷം പവർ കട്ടിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് സാർ കഴിഞ്ഞ ദിവസങ്ങളായി വരുന്നത്. സാർ, ഇവിടെ 2ാം ഭൂപരിഷ്കരണം എന്ന പ്രത്യേകമായ ഒരു പദ്ധതി മുഖ്യമന്ത്രി കൂടിയായ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സാർ, കേരളത്തിൽ എങ്ങനെയാണ് 1ാം ഭൂപരിഷ്കരണ നിയമം വരുന്നത്?
അന്നേ വരെ കേരളത്തിന്റെ ചരിത്രപരമായ കാരണങ്ങളാൽ പിറകിൽ നിൽക്കേണ്ടി വന്ന ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യ നീതിയിലേക്കുള്ള ചരിത്രപരമായ ചുവടുവെപ്പായിരുന്നു ഒന്നാം ഭൂപരിഷ്കരണം. അങ്ങനെയാണ് സാർ കേരളത്തിൽ ജന്മിത്വം ഇല്ലാതായത്. 1960കളിലും 63ലും 69ലും എല്ലാം ഉണ്ടായ ഈ നിയമം വഴി ഈ കേരളത്തിനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമായി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ, സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ രണ്ടാം ഭൂപരിഷ്കരണം കച്ചവട സാധ്യതയിലേക്ക് കേരളത്തെ മാറ്റുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടുകയാണ് സാർ. മിഷൻ കേരളയും അങ്ങനെയാണ്. എന്തായാലും പാലക്കാട് ജില്ലയിൽ കടലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ കടലില്ല. നരേന്ദ്രമോദി എങ്ങനെയാണോ കേന്ദ്രത്തിൽ ബ്ലൂ ഇക്കോണമി നടപ്പിലാക്കിയത്, അതിന്റെ കേരള പതിപ്പാണ് വരാൻ വേണ്ടി പോകുന്ന മിഷൻ സമുദ്ര. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കിട്ടുക അദാനിക്കാണ്. അത്തരം വലിയ സമ്പന്നന്മാർക്ക്, വലിയ ശതകോടീശ്വരന്മാർക്ക് കേരളത്തിനകത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാമൂഹ്യനീതിയാണ്. കാരണം ഇത്തരം സ്വകാര്യ നിക്ഷേപങ്ങൾ തളച്ചു വളർന്നാൽ അതുവഴി ഉണ്ടാകുന്ന ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടു വരുന്ന ജോലി അവസരങ്ങളിൽ കേരളത്തിലെ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾ പരിഗണിക്കപ്പെടുമോ? 35 ലക്ഷത്തോളം വരുന്ന പട്ടികജാതി ജനവിഭാഗങ്ങളിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് കേരളത്തിനകത്ത് ഇപ്പോൾ ഈ ഗവൺമെന്റ് 5 വർഷക്കാലം കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സ്വകാര്യ നിക്ഷേപങ്ങൾ അടങ്ങിയ വലിയ ജോലി സാധ്യതകൾ അടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിൽ സംവരണം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉണ്ടാകുമോ? ഇപ്പൊ സമ്പന്നനെ കൂടുതൽ സമ്പന്നനാക്കുകയും കേരളത്തിലെ ദരിദ്രനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തെ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ നിലയിലേക്ക് മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള പദ്ധതികൾ വരുമെന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവിടെ പ്രിയദർശിനി പദ്ധതി ഒട്ടേറെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയെന്ന് നേരത്തെ സംസാരിക്കുന്ന പ്രിയപ്പെട്ട വിൻസെന്റ് MLA പറഞ്ഞു. സാർ അത് നല്ല, പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിൽ കാണാതെ പോകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 10,000-ഓളം വരുന്ന ബസ് തൊഴിലാളികൾ വലിയ പ്രയാസത്തിലാണ്. ആ വ്യവസായം തകർച്ചയുടെ പ്രയാസത്തിലേക്ക് പോകുന്നു. ഇപ്പൊ പാലക്കാട് തൃശൂർ റൂട്ടിൽ ഏതാണ്ട് 400-ഓളം പ്രൈവറ്റ് ബസ്സുകളുണ്ട്. ഇപ്പൊ 50-ഓളം വരുന്ന പ്രിയദർശിനി ബസ്സുകൾ വന്നതോടുകൂടി ഈ 400-ഓളം വരുന്ന ബസ്സുകളിൽ പലപ്പോഴും ആളുകൾ കയറാത്ത സ്ഥിതിയുണ്ട്. ഇപ്പൊ ഏതാണ്ട് 20,000-ഓളം വരുന്ന തൊഴിലാളികൾ ആ തൊഴിലുമായി ബന്ധപ്പെട്ടു വരുന്ന ഹോട്ടൽ വ്യവസായം, ലോട്ടറി വ്യവസായം, ടയർ ഇങ്ങനെയുള്ള നിരവധിയായ അനുബന്ധ വ്യവസായങ്ങളെ കൂടി ഭാവിയിൽ പ്രയാസപ്പെടുത്തും. എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഇതിന്റെ പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ കേരളത്തിൽ പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് അതുകൂടി പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനം ഉണ്ടാകണം. എല്ലാവരെയും പറ്റിക്കുന്നത് പോലെ ഭൂക്കികളായ ജൻസി ചെറുപ്പക്കാരെയും പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായി. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാടെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ 1 കോടി രൂപയിലൂടെ പിഴ ഈടാക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഈ കേരളത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ വലിയ രൂപത്തിലേക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ അഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.